യാത്രകൾ തുടരുമ്പോഴും നമ്മുടെ അറിവ് വികസിക്കുമ്പോൾ മനസ്സിലൊരു എപ്പോഴും വിചാരിക്കാറുള്ളത് ഇത് നമ്മുടെ നാട്ടിൽ കൂടെ നടക്കണം എന്ന് പറയുന്ന നല്ല നല്ല കാര്യങ്ങളൊക്കെ ഇവിടെയും കൂടെ ഇംപ്ലിമെൻ്റ് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നു. അപ്പോൾ പ്ലാനിംഗ് ബോർഡിലേക്കൊക്കെ എത്തുന്നതും അതേപോലെ ഒരു മനസ്സുമായിട്ടാണ്. ഈ ആശയങ്ങളൊക്കെ ചെറുപ്പക്കാരുമായിട്ട് പങ്കുവെച്ചിട്ട് ആ ചെറുപ്പക്കാർക്കുണ്ടായ മാറ്റം പോലും നമ്മളിന്ന് വൃത്തിയായിട്ട് മനസ്സിലാക്കുന്നുണ്ട്. നേരിട്ട് അവരെ കാണുന്നു, അവർ പല രാജ്യങ്ങളിൽ വെച്ച് നമ്മൾ മീറ്റ് ചെയ്യുന്നു. പക്ഷേ ഈ ഓരോ രാജ്യങ്ങളിൽ പോകുമ്പോഴും കൂടുതൽ മനസ്സിലാക്കുകയല്ലേ ചെയ്യുന്നത്, നമ്മുടെ നാടിനെ നമ്മൾ കുറച്ചുകൂടെ എക്സ്പ്ലോർ ചെയ്യേണ്ടതുണ്ട് എന്നല്ലേ? തീർച്ചയായിട്ടും. നമ്മുടെ നാട് എന്ന് പറയുന്നത് ലോകത്തെ യുണീക്കായിട്ടുള്ളൊരു ഭൂപ്രദേശമാണ്. അത് കേരളം മാത്രമല്ല, ഇന്ത്യ തന്നെ അതെ. കാരണം ഇത്രയും ചെറിയൊരു ഭൂഭാഗം, ഇന്ത്യ വലിയ രാജ്യമാണെന്ന് നമ്മൾ പറയുമ്പോഴും ചൈനയോ റഷ്യയോ കാനഡയോ USA ഒക്കെ ആയിട്ട് താരതമ്യപ്പെടുത്തുമ്പോൾ നമ്മൾ ചെറുതാണ്. പക്ഷേ അവിടെയുള്ള ജനസംഖ്യയുടെ എത്ര മടങ്ങാണ് നമുക്കുള്ളത്? ഇപ്പോൾ കാനഡയിലുള്ള ജനസംഖ്യയായിട്ട് കമ്പാരിസൺ ഉണ്ടോ? കേരള സ്റ്റേറ്റിലുള്ള എത്ര ജനസംഖ്യയാണ് നമ്മുടെ ഒരു കേരളത്തിൻ്റെ? എനിക്ക് തോന്നുന്നു ഒരു 500 മടങ്ങെങ്കിലും അല്ലെ 1000 മടങ്ങെങ്കിലും ഉള്ള ഒരു കാനഡയ്ക്കുള്ളത്. റഷ്യ എത്ര, എവിടം മുതൽ എവിടം വരെയാണ് കിടക്കുന്നത്? അപ്പോൾ ഇന്ത്യയുടെ സാധ്യത എന്ന് പറയുന്നത് ഈ കുറഞ്ഞ ഭൂഭാഗത്തുള്ള ജനങ്ങളും അതിൻ്റെ വൈവിധ്യങ്ങളും അവരുടെ ബുദ്ധിയും എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ആ ജനസമൂഹവും റിസോഴ്സസും ഒക്കെ തന്നെയാണ്. നാളെ ഇഫക്റ്റീവായ പ്ലാനിംഗ് ഉള്ള ഒരു ഭരണവും നല്ല വിദ്യാഭ്യാസം കിട്ടിയ പൗരബോധമുള്ള ഒരു ജനവും ഈ രാജ്യത്തുണ്ടാകുന്ന ദിവസം നമ്മൾ ലോകത്തെ ഭരിക്കുന്ന ദിവസമാകും. അതൊരു കോൺഫിഡൻസ് ആണല്ലേ അതെ, നമുക്ക്. കാരണം അതിനുള്ള എല്ലാ സാഹചര്യവും ഇവിടെയുണ്ട്, എല്ലാ സാധ്യതയും ഇവിടെയുണ്ട്. ഒന്ന്, വിഷനുള്ള ഭരണാധികാരികൾ വരണം, നല്ല എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള സമൂഹം വരണം. നമ്മുടെ ഇപ്പോഴും പുറത്ത് പോകുമ്പോഴും തിരിച്ചു വരുമ്പോഴും ഒക്കെ നമ്മളെ വേദനിപ്പിക്കുന്ന ഒരു കാര്യം, നമ്മൾ പുറത്ത് പോകുമ്പോഴും അത് തന്നെ സ്വഭാവം നമ്മൾ കാണിക്കും, ഇവിടെ വരുമ്പോഴേ ഡിസിപ്ലിൻഡ് അല്ല ജനം. ഇപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ, 2 ദിവസം മുമ്പാണ് റോയൽ ചലഞ്ചേഴ്സ് കപ്പടിച്ചതിൻ്റെ പേരിൽ ആഘോഷ പ്രകടനം നടത്തി. അത് ആഘോഷമാണോ ദുരന്തമായിട്ടാണോ കലാശിച്ചത്? നമ്മുടെ പല പ്രവർത്തനങ്ങളും പ്ലാനിംഗ് ഇല്ലായ്മ കൊണ്ടോ അല്ലെങ്കിൽ സമൂഹത്തെ ഡിസിപ്ലിൻഡ് ആയിട്ട് ട്രെയിൻ ചെയ്തെടുക്കാത്തത് കൊണ്ടോ സ്വയം മരണത്തിലേക്ക് ഇടിച്ചു കയറി പോകുന്ന മനുഷ്യരായി നമ്മൾ മാറില്ലേ? ഇതും ഇങ്ങനെയുള്ള ബഹളം കൂട്ടലും സംഘർഷങ്ങളും ഒക്കെ ഏത് നാട്ടിലുണ്ടാകാം. പക്ഷേ ഞാൻ പറഞ്ഞത്, ബുദ്ധിയില്ലാതെ നമ്മൾ നമ്മുടെ തന്നെ ആരോഗ്യവും നമ്മുടെ തന്നെ ജീവനും കളയുന്ന രീതിയിൽ പ്രവർത്തിക്കുന്നവരായി മാറുന്നു. ഈ പ്ലാൻ ബോർഡിൽ നിൽക്കുന്ന സമയത്ത് പലതും ഇംപ്ലിമെൻ്റ് ചെയ്യാൻ ശ്രമിക്കുമ്പോഴാണ് നമുക്ക് വേഗം പോരാന്ന് മനസ്സിലാവുന്നത്. അപ്പോഴാണ് ഇതിനകത്ത് പലപ്പോഴും മിനിസ്റ്റേഴ്സിനൊക്കെ കുറച്ചുകൂടെ കാര്യങ്ങൾ ചെയ്യാൻ കഴിയുമെന്ന് നമ്മൾ വിശ്വസിച്ചിരുന്നൊരു കാലമുണ്ട്. നമ്മളിപ്പോൾ സിനിമയിലൂടെയൊക്കെ മനസ്സിലാക്കും പോലെ അല്ല ശരിക്കും സത്യം, അതല്ല. ഇതെല്ലാം കൂടെ ചേരുന്നതാണ് ഒരു സിസ്റ്റം എന്ന് പറയുന്നത്. പക്ഷേ എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ ഈ ഒരു കുറച്ചുകൂടി ഒരു രാഷ്ട്രീയക്കാരനായിരുന്നെങ്കിൽ, ഇല്ലെങ്കിൽ ആ പൊസിഷൻ വേറൊന്നും മാറിയിരുന്നെങ്കിൽ നമുക്ക് കുറച്ചുകൂടി ഇത് വേഗത്തിലാക്കാൻ പറ്റുമായിരുന്നു എന്ന് തോന്നിയിട്ടുണ്ടോ? രാഷ്ട്രീയക്കാരനായതുകൊണ്ടോ ഭരണത്തിലേക്ക് ഞാൻ വന്നതുകൊണ്ടോ മാറ്റാൻ കഴിയില്ലെന്ന് എനിക്കറിയാം. ഇതിന് ജനങ്ങളെ ബോധ്യപ്പെടുത്തിയെടുക്കേണ്ടതുണ്ട്. മാധ്യമങ്ങളെ വിശ്വാസത്തിലെടുത്ത് ജനങ്ങളിലേക്ക് ചില ചിന്തകളും ആശയങ്ങളും കൊണ്ടുവരേണ്ടതുണ്ട്. ഒരു ഉദാഹരണം പറഞ്ഞാൽ, നമ്മുടെ ഭരണ സംവിധാനം പരിഷ്കരിക്കപ്പെടണമെങ്കിൽ നമ്മുടെ ഉദ്യോഗസ്ഥ സംവിധാനത്തെ അടിമുടി പരിഷ്കരിക്കേണ്ടതുണ്ട്. റെസ്പോൺസിബിലിറ്റി ഉള്ള ഒരു ഉദ്യോഗസ്ഥ സമൂഹത്തെ നമ്മൾ വാർത്തെടുക്കുക. കാരണം സർക്കാർ ഉദ്യോഗസ്ഥൻ എന്ന് പറയുന്നത് സാധാരണക്കാരെ പോലെയല്ല, ഒരു സ്വകാര്യ സംരംഭകനെ പോലെ പോലുമല്ല, അതിനേക്കാളൊക്കെ ഏറെ പ്രിവിലേജ്ഡായ ആളുകളാണ് അല്ലേ? അത്യാവശ്യം നല്ല ശമ്പളം, നല്ല സോഷ്യൽ സെക്യൂരിറ്റി, നല്ല പെൻഷൻ, ജീവിതത്തെക്കുറിച്ച് ആശങ്കപ്പെടേണ്ട സാഹചര്യം ഇല്ലാത്ത രീതിയിലാണ് ബഹുഭൂരിപക്ഷവും സർക്കാർ ഉദ്യോഗസ്ഥർ ജീവിക്കുന്നത്. പക്ഷേ അവർ സമൂഹത്തോട് എത്ര ഉത്തരവാദിത്വം പുലർത്താറുണ്ട്? പകരം ഇവർക്ക് ഇത്രയും സൗകര്യങ്ങൾ ഒരു സ്റ്റേറ്റ് ജനങ്ങളുടെ നികുതി പണം കൊണ്ട് ചെയ്തു കൊടുക്കുമ്പോൾ അവർക്ക് ടാർഗറ്റുകൾ കൊടുക്കണ്ടേ? അവർക്ക് ഉത്തരവാദിത്തങ്ങൾക്ക് അവർക്ക് കമ്മിറ്റ്മെൻറ്റ് നമ്മൾ അവരിൽ നിന്ന് മേടിക്കണ്ടേ? ഇപ്പം നമ്മുടെ നാട്ടിൽ ഒരു കൃഷി ഓഫീസർ ഉണ്ടെങ്കിൽ എല്ലാ പഞ്ചായത്തിലും കൃഷി ഓഫീസർമാരുണ്ട്. കൃഷി ഓരോ വർഷവും താഴോട്ട് പോകുകയാണെന്ന് നമ്മൾ കേൾക്കുന്നത്. അപ്പോൾ ഇവരെന്താ ചെയ്യുന്നത്? ഒരു പഞ്ചായത്തിൽ കൃഷി ഏത് കൃഷിക്കാണ് അനുയോജ്യമെന്ന് പഠനം നടത്തിയിട്ടുണ്ടോ? അവിടെ ഏതൊക്കെ കൃഷികൾ നടത്തിയാൽ നല്ല വിളവ് കിട്ടും, എത്ര കർഷകർ അവിടെ ഇപ്പോഴും കൃഷി ചെയ്യാൻ തയ്യാറുണ്ട് എന്നുള്ളതിനെക്കുറിച്ച് ഒരു ഡേറ്റാബേസ് ഇവർ ശേഖരിച്ചിട്ടുണ്ടോ? അങ്ങനെ ശേഖരിച്ചിട്ടുണ്ടെങ്കിൽ ഓരോ പഞ്ചായത്തിലും ഏതൊക്കെ ഉൽപ്പന്നം നമുക്ക് ഒരു വർഷം എത്ര ക്വാണ്ടിറ്റി ഉൽപ്പാദിപ്പിക്കാം എന്നുള്ളൊരു കണക്ക് വെച്ചിട്ട് അത് ഓരോ വർഷവും ഉൽപ്പാദിപ്പിക്കുന്നതിൻ്റെ ഒരു ടാർഗറ്റ് ഈ കൃഷി ഓഫീസർക്ക് കൊടുത്തുകൂടെ? ഒരു വർഷം ഇത്ര കാർഷിക ഉൽപ്പാദനം നിൻ്റെ ഏരിയയിൽ വരുത്തിയിരിക്കണം എന്ന ടാർഗറ്റ് കൊടുക്കുകയും ആ ടാർഗറ്റ് അച്ചീവ് ചെയ്യുന്നവർക്ക് ഇൻസെൻറ്റീവ്സ് കൊടുത്തോളൂ. ഇതേപോലെ തന്നെ പഞ്ചായത്തുകളിൽ പഞ്ചായത്ത് സെക്രട്ടറിമാർ, പഞ്ചായത്ത് ഉദ്യോഗസ്ഥരുണ്ട്. നമ്മളിന്നൊരു സംരംഭം ആരംഭിക്കണമെങ്കിൽ ഈ പഞ്ചായത്ത് തോറും കയറി ഇറങ്ങുക പലരും അല്ലേ? അതിൻ്റെ പെർമിഷൻ കിട്ടുന്നില്ല, അതിനുവേണ്ടി ഒരു ആത്മഹത്യ വരെ നടക്കുന്ന നാടാണ് ഇവിടെ. പെർമിഷൻ കിട്ടാതെ ഒരു സംരംഭം തുടങ്ങാൻ ബുദ്ധിമുട്ടുന്നു എന്ന് പറഞ്ഞ് ഈ പഞ്ചായത്തിലെ ഉദ്യോഗസ്ഥർക്ക് ഒരു വർഷം മിനിമം 3 സംരംഭങ്ങൾ നിൻ്റെ പഞ്ചായത്തിൽ ആരംഭിച്ചിരിക്കണം എന്ന ടാർഗറ്റ് കൊടുത്തുകൂടെ? അപ്പോൾ ഈ സംരംഭത്തിൻ്റെ പുറകെ ഇവർ പോവില്ലേ? വരൂ പ്ലീസ്, എൻ്റെ പഞ്ചായത്തിൽ ഒരെണ്ണം തുടങ്ങും. ഇത് നേരെ തിരിച്ചായതുകൊണ്ടല്ലേ ഈ പ്രശ്നം മുഴുവൻ. അപ്പോൾ ഈ ഭരണ സംവിധാനത്തെ പൊളിച്ചു മാറ്റണം, പൊളിച്ചെഴുതണം, സിസ്റ്റം മാറ്റണം.
ഇന്ന് നമ്മുടെ മുഖ്യമന്ത്രിക്കോ മന്ത്രിമാർക്കോ ആഗ്രഹമില്ലാത്തതുകൊണ്ടല്ല. ഞാൻ ഇവരുമൊക്കെ ആയിട്ട് സംസാരിക്കുമ്പോൾ വലിയ സ്വപ്നങ്ങളും ആഗ്രഹങ്ങളും ആവേശങ്ങളും ഉണ്ട്. ആദ്യത്തെ വർഷത്തെ ആവേശം 3-ാമത്തെ വർഷവും 4-ാമത്തെ വർഷമായപ്പോൾ ഇല്ല. അവർ പറയുന്നത് ഇതൊന്നും നടക്കുകയില്ല എന്നുള്ള മട്ടിൽ, അല്ലെങ്കിൽ ഇതിനൊക്കെ കണ്ടമാനം ഡിലേ ഉണ്ടാക്കുന്നു, ഉദ്യോഗസ്ഥന്മാർ അതിൻ്റെ മേലെ അടയിരിക്കുകയാണ്. ഇത് എത്രയോ ഉദ്യോഗസ്ഥർ എത്ര തട്ടുകളായിട്ട് ഇത് പ്രോസസ്സ് ചെയ്തു വന്നാലാണ് ഒരു ഫയലിൻ്റെ കാര്യം ഇംപ്ലിമെൻറ്റേഷനിലേക്ക് എത്തുന്നത്. ചില മന്ത്രിമാർക്ക് അതിനെക്കുറിച്ച് വലിയ വിഷനില്ലായ്മയുടെ പ്രശ്നമുണ്ട്. പക്ഷേ വിഷനുള്ളവരും പ്രാപ്തിയുള്ളവരുമായ ധാരാളം മന്ത്രിമാരുണ്ട് നമുക്ക്. പക്ഷേ ഈ തടസ്സമുണ്ടാകുന്നത് പലതും ഈ ഉദ്യോഗസ്ഥ സംവിധാനം, ഉദ്യോഗസ്ഥരെല്ലാം മോശക്കാരായതുകൊണ്ടല്ല, അവരെ കൃത്യമായ രീതിയിൽ മാനേജ് ചെയ്യുന്ന ഒരു ഭരണ സംവിധാനം അല്ല ഉള്ളത്. കൂടാതെ ഏതെങ്കിലും കാര്യങ്ങളിൽ കർശനമായ ഒരു നിലപാടെടുക്കുന്ന ഒരു സാഹചര്യം വന്നാൽ അവരുടെ വലിയൊരു സംഘടനാ ബലം കൊണ്ട് അതിനെ അങ്ങ് തകർക്കുകയും ചെയ്യും. അവർക്ക് നാടിനോടുള്ളതിനേക്കാൾ പ്രതിബദ്ധത അവരോട് തന്നെയാണ്. മനസ്സിലായില്ലേ? അവരുടെ സംഘടനാ സംവിധാനങ്ങളെ ശക്തിപ്പെടുത്തി പ്രയോഗിച്ച് അവരുടെ സ്വാർത്ഥമായ ആഗ്രഹങ്ങൾ നേടിയെടുക്കുന്നതിനപ്പുറം നാടിനോട് ഒരു പ്രതിബദ്ധതയില്ലാത്തവരാണ് ഏതാണ്ട് ഒരു 70% ഉദ്യോഗസ്ഥരും. ഇതിനെയൊക്കെ പരിഷ്കരിക്കുന്ന ഒരു സംവിധാനം വന്നെങ്കിൽ മാത്രമേ, കാരണം ഭരണപക്ഷത്തിനും പ്രതിപക്ഷത്തിനും ഒക്കെ ഈ ഉദ്യോഗസ്ഥ സംഘടനകളെ ആവശ്യമാണ്. അവരുടെ വോട്ട് ബാങ്കുകളാണ് അതൊക്കെ. രാഷ്ട്രീയ പാർട്ടികൾ തന്നെയാണ് ഇവരെ വളർത്തിയിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവർക്ക് പ്രഷർ അതിൻ്റെ മേലെ ഇടാനും ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം കൂടെ ചേർന്ന ഒരു വിഷ്യസ് സർക്കിളാണ് നമ്മുടെ പുരോഗതിയെ, നമ്മുടെ വളർച്ചയെ തടസ്സപ്പെടുത്തുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഗവൺമെൻറ്റിന് പലപ്പോഴും ഒരൊറ്റ സിംഗിൾ പ്രോജക്റ്റുകൾ, നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയേ, 5 വർഷം ഭരിക്കുന്ന ഗവൺമെൻറ്റുകൾ ആരുമാകട്ടെ, അവർ അല്ലെ 10 വർഷം ഭരിക്കുന്ന ഗവൺമെൻറ്റുകൾ, അവർക്കൊരു 10 വർഷത്തിനിടയ്ക്കത്തെ പറയാനുള്ളത് വിരലിലുണ്ടാവുന്ന വലിയ പ്രോജക്റ്റുകൾ മാത്രമേ ഉള്ളൂ. അല്ലാതെ ഓരോ പഞ്ചായത്തിലുമുണ്ടായ വലിയ മാറ്റങ്ങളെ പലപ്പോഴും നമുക്ക് ആ മട്ടിൽ കൊണ്ടുവരാൻ പറ്റുന്നില്ല. 100 കണക്കിന് പ്രോജക്റ്റുകൾ ചർച്ച ചെയ്യപ്പെടുന്നുണ്ടെങ്കിലും ഇംപ്ലിമെൻറ്റേഷനിലേക്ക് ഫൈനലി എത്തുന്നത് 8-10 പ്രോജക്റ്റുകളാണ് പലപ്പോഴും. റോഡുകളും പാലങ്ങളും അല്ലെങ്കിൽ ഒരു വില്ലേജ് ഓഫീസിൻ്റെ നവീകരണം അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ നടക്കുന്നുണ്ടെങ്കിലും ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ടുള്ള ബൃഹത് പദ്ധതികൾ എടുക്കുമ്പോൾ നമ്മൾ വിഷ്വലൈസ് ചെയ്യുന്ന ഗവൺമെൻറ് സ്വപ്നം കാണുന്ന പദ്ധതികളെല്ലാം പ്രായോഗിക തലത്തിൽ എത്തുന്നതിന് പലപ്പോഴും ഒത്തിരി തടസ്സങ്ങൾ ഉണ്ടാകുന്നുണ്ട്. എപ്പോഴെങ്കിലും മത്സരിക്കുമോ? സാധ്യതയില്ല. ഇല്ല. അല്ല, പക്ഷെ കുറച്ചുകൂടെ കാര്യങ്ങൾ ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ കഴിയില്ല. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എനിക്ക് പല കാര്യങ്ങളെക്കുറിച്ചും വീക്ഷണമുണ്ട്. അത് പൂർണ്ണതോതിൽ പ്രായോഗിക തലത്തിൽ ചിലപ്പം ഭരണ സംവിധാനത്തിൻ്റെ നൂലാമാലകളെല്ലാം പരിഹരിച്ച് മുമ്പോട്ട് പോകുന്നതിൽ ഞാൻ പെർഫെക്ഷനിലൊന്നും ആയിരിക്കില്ല ചിന്തിക്കുന്നത്. പക്ഷേ കൃത്യമായി എനിക്കൊരു വീക്ഷണമുണ്ട് എന്ത് നടക്കണമെന്ന്. കാരണം വികസിച്ച നാടുകളെ അവിടെ നടന്നത് എങ്ങനെ എന്നുള്ളത്, ഈ ജപ്പാനിൽ ഈ അടുത്ത കാലത്ത് പലതവണയായി ഞാൻ പോയിട്ടുണ്ട്. ജപ്പാനിലെ ഉദാഹരണം മാത്രമല്ല, റുവാണ്ട എന്ന് പറയുന്ന ഒരു ആഫ്രിക്കൻ നാട്ടിലെ ഉദാഹരണം വരെ എൻ്റെ കയ്യിലുണ്ട്. എങ്ങനെയാണ് അവരെ മാറ്റം വന്നത്. റുവാണ്ട എന്ന് പറഞ്ഞാൽ ഒരു ദരിദ്ര രാജ്യം എങ്ങനെ പുരോഗതി കൈവരിച്ചു. പക്ഷേ അവിടെയൊക്കെ ഉണ്ടായ സംവിധാനം എന്ന് പറയുന്നത് നമ്മൾ നോക്കിയാൽ പലയിടത്തും മനസ്സിലാവും. ഇപ്പോൾ സിംഗപ്പൂരാവട്ടെ, റുവാണ്ടയാവട്ടെ, വളർന്ന പല എക്കോണമി ആവട്ടെ, അവിടെയൊക്കെ കരുത്തനായ ഒരു ഭരണാധികാരി ഉണ്ടായിരുന്നു. അയാൾ ഒരു പരിധിവരെ ഒരു ഏകാധിപതിയെ പോലെയാണ് പ്രവർത്തിച്ചത്. നമ്മുടെ ഡെമോക്രാറ്റിക് സംവിധാനത്തിൽ എല്ലാവരെയും തൃപ്തിപ്പെടുത്തിക്കൊണ്ട്, എല്ലാ മാധ്യമങ്ങളെയും സൂചിപ്പിച്ചുകൊണ്ട്, 3.5 കോടി ജനത്തിൻ്റെയും കയ്യടി മേടിച്ചുകൊണ്ട് അത് ചെയ്യാനുള്ള കഴിവ് എനിക്കില്ല. മനസ്സിലായി. അതിനകത്തൊരു കാര്യം കൂടെ ഉള്ളത്, ഈ സംസാരിച്ച് തുടങ്ങുമ്പോൾ ഉണ്ടായിരുന്ന റെസ്പോൺസിബിലിറ്റി അല്ല ഇപ്പോൾ ഉള്ളത്. ഇപ്പോൾ എല്ലാത്തിനും ചോദ്യം ചോദിക്കും. ഇപ്പോൾ ഞങ്ങൾ വന്നിരുന്നത് ഇതെന്താ പരിഹാരം എന്നൊക്കെ നമ്മൾ ചോദിക്കുക. നമ്മൾ പഠിക്കാതെ നമ്മൾ ഒരാളെ കണ്ടുപിടിച്ചിട്ട് അയാളോട് ചോദിക്കുക. അപ്പോൾ പലപ്പോഴും ആ ചോദ്യം വന്ന് റെസ്പോൺസിബിലിറ്റി ആയിട്ട് മാറുന്നുണ്ട്. അപ്പോൾ പണ്ട് വീഡിയോ എടുത്ത് നടന്നിരുന്ന ഒരാൾ ആ കഥകളൊക്കെ പറഞ്ഞു കൊടുത്ത ഒരാളല്ല, ഇന്ന് റെസ്പോൺസിബിൾ ആയിട്ടുള്ള ഒരു പൊസിഷനിലിരിക്കുന്നത് പോലെ വർത്തമാനം പറയേണ്ട ഒരാളാണ്. ഇത് ഭയങ്കരമായിട്ട് നമ്മളെ കുറച്ചുകൂടെ ഒരു റെസ്പോൺസിബിലിറ്റി കൂട്ടിയത് മാത്രമല്ല, നമ്മുടെ അറിവ് കുറച്ചുകൂടെ കൂട്ടണമെന്ന് ഒരു ബോധ്യം ഉള്ളിൽ ഉണ്ടാക്കിയിട്ടില്ലേ? ഇല്ല, ഒരു മാറ്റം വന്നിട്ടില്ല. കാരണം ഞാൻ അന്നും ഇങ്ങനെയൊക്കെ തന്നെയാണ് ചെയ്തിട്ടുള്ളത്. അന്ന് എനിക്കത് പുറത്തോട്ട് പറയാൻ എൻ്റെ ചാനൽ മാത്രമേ മാധ്യമം ഉണ്ടായിരുന്നുള്ളൂ. ഇന്നത് കൂടുതൽ ആളുകളിലേക്ക് മറ്റു മാധ്യമങ്ങളിലൂടെ നിങ്ങളെപ്പോലുള്ള ആളുകൾ വന്ന് ചോദിക്കുമ്പോൾ പറയാൻ പറ്റുന്നു എന്നുള്ളതാണ് സാധ്യത. അന്നും ഇതൊക്കെ എൻ്റെ ഉള്ളിൽ തന്നെയുണ്ട്. ഇതൊക്കെ അന്ന് ഇത്ര റിഫൈൻഡ് ആയിട്ടുണ്ടാവില്ല. കാരണം നമുക്ക് തന്ന അനുഭവങ്ങളുണ്ടല്ലോ, ദീർഘകാലത്തെ സഞ്ചാരവും ജീവിതാനുഭവവും വായനയും ആളുകളുമായിട്ടുള്ള ഇൻട്രാക്ഷനും. എത്രയോ ഇത് വായനയോ കാഴ്ച കാണലോ അല്ല ഇതിലെ പ്രധാനം, ഇൻട്രാക്ഷൻസാണ്. അതെ. ഇപ്പം നമ്മൾ കേരളത്തിലെ ഏറ്റവും വലിയ സമ്പന്നനോട് നമ്മൾ സംസാരിക്കാറുണ്ട്, ഏറ്റവും ദരിദ്രനായിപ്പോൾ ഈ കഴിഞ്ഞ ദിവസം എന്നെ കാണാൻ വന്നത് വിവാഹം ഉറപ്പിച്ച് വെച്ചിട്ട് അത് നടക്കില്ല എന്ന് ബോധ്യം വന്നപ്പം സഹോദരൻ ആത്മഹത്യ ചെയ്ത ഒരു പെങ്കൊച്ചിൻ്റെ കല്യാണം നടത്തുന്ന ആശങ്കയായിട്ട് വന്ന ഒരാളെ ഞാൻ കഴിഞ്ഞ ദിവസം 2 ദിവസം മുമ്പ് അവരുടെ പ്രശ്നമാണ് എനിക്ക് സോൾവ് ചെയ്യേണ്ടി വന്നത്. ഞാൻ പറഞ്ഞത് അങ്ങനെയുള്ള ആളുകളെ ഞാൻ ദിവസവും കാണാറുണ്ട്. ഈ പറഞ്ഞ കേരളത്തിലെ ഏറ്റവും വലിയ വ്യവസായിയും ആയിട്ട് ഞാൻ ഇൻട്രാക്ട് ചെയ്യാറുണ്ട്. അവരുടെ ഒപ്പം അവരുടെ വിമാനത്തിൽ ഞാൻ സഞ്ചരിക്കാറുണ്ട്. അവരെങ്ങനെയാണ് കാര്യങ്ങൾ നടത്തുന്നതെന്ന് അടുത്ത് കാണാറുണ്ട്.
അവരുമായിട്ട് ദീർഘമായ സംഭാഷണങ്ങൾ മുഴുകാറുണ്ട്. അപ്പോൾ ഈ എല്ലാ റേഞ്ചിലും ഇതേ കാര്യം മറ്റ് രാജ്യങ്ങളിൽ ഞാൻ ചെയ്യാറുണ്ട്. അവിടുത്തെ സംരംഭകരുമായിട്ട് സംസാരിക്കാറുണ്ട്. ഈ റുവാണ്ടയിലെ സംരംഭകരുമായിട്ട് സംസാരിക്കുമ്പോഴാണ് അവിടെ ഇങ്ങനെയാണ് സംരംഭം വളരുന്നതെന്ന് പഠിക്കുന്നത്. അല്ലാതെ ഈ ക്യാമറയുടെ വ്യൂ ഫൈൻഡറിൽ കൂടെ മാത്രം നോക്കി നടക്കുന്ന ഒരു പൊട്ടനല്ല ഞാൻ. അങ്ങനെയാണ് ചിലർ ഈ കമൻറ്റ് ഇടുന്നവരൊക്കെ ചിലർ വിശ്വസിച്ചിരിക്കുന്നത്. ഈ എന്താണ് വ്ളോഗ് നടത്തുന്നവന് വിവരം ഉണ്ടാവില്ല എന്നൊക്കെ ചിലർ കമൻറ്റ് ഇടും. ഈ വ്ളോഗ് നടത്തുകയല്ല, സഞ്ചാരത്തിൻ്റെ സ്ക്രിപ്റ്റ് നിങ്ങൾക്ക് കേട്ടാൽ മനസ്സിലാവും അത് റിസർച്ച്ഡാണ്. യാത്രയ്ക്ക് മുമ്പുള്ളൊരു റിസർച്ച് ഉണ്ട്, അവിടെ ചെന്ന ആളുകളുമായിട്ടുള്ള ഇൻട്രാക്ഷൻ ഉണ്ട്. അതുകൊണ്ട് ഞാൻ ഷൂട്ട് ചെയ്ത് കാണിക്കുന്നില്ലെന്നേ ഉള്ളൂ. വ്ളോഗേഴ്സ് ചെയ്യുന്ന അവർ ഭക്ഷണം കഴിക്കുന്നതും ആരോടൊക്കെ വർത്താനം പറഞ്ഞാൽ അതെല്ലാം കാണിക്കും. എനിക്കതില്ല. ഞാൻ വർത്താനം പറയുന്നത്, ഞാൻ ഡേറ്റ ശേഖരിക്കുന്നതൊന്നും ഞാൻ ഷൂട്ട് ചെയ്യാറില്ല. എനിക്ക് ഡോക്യുമെൻ്ററി സ്വഭാവത്തിൽ സഞ്ചാരം കാണിക്കുന്നതുകൊണ്ട് അതിലേക്ക് ഞാൻ പോകുന്നില്ലെന്നോ. അതിനർത്ഥം ഞാൻ ഹോംവർക്ക് ചെയ്യുന്നില്ലെന്നോ പഠിക്കുന്നില്ലെന്നോ അല്ല.